മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സയിലുള്ള വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് ഡോക്ടർമാർ. ഐസിയുവിലുള്ള അഫാന്റെ മൊഴി ചൊവ്വാഴ്ച ഉച്ചയോടെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തനിക്ക് ഓർമ്മയില്ലെന്നാണ് അഫാൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത്. അഫാന് ഓർമ്മക്കുറവുള്ളതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. ഓർമ്മക്കുറവുണ്ടോ എന്നതിനുള്ള പരിശോധനകളൊന്നും നടത്തിയിട്ടില്ല. ആത്മഹത്യാ ശ്രമത്തിനിടെ അഫാന്റെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് സാരമായി കുറവുണ്ടായിരുന്നു. എന്നാൽ വേഗത്തിൽ തന്നെ അഫാന്റെ നിലയിൽ മാറ്റമുണ്ടായതായി ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. ഒരാഴ്ച മുമ്പാണ് വെന്റിലേറ്ററിൽ നിന്ന് ഐസിയുവിലേക്ക് മാറ്റിയത്. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർമാർ അടുത്ത ദിവസം അഫാനെ പരിശോധിക്കും. ഇതിനുശേഷം ഐസിയുവിൽ നിന്ന് മാറ്റും. കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന അഫാന് സംസാരിക്കാനും കഴിയുന്നുണ്ട്. പെരുമാറ്റം സാധാരണ നിലയിലാണെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശ്വസിക്കാനും ഭക്ഷണം കഴിക്കുന്നതിനുമടക്കം ബുദ്ധിമുട്ടുകളൊന്നും അഫാനില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഓക്സിജന്റെ സഹായവും ഏതാനും ദിവസം മുൻപ് മാറ്റി. മെയ് 25-നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശൗചാലയത്തിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ശൗചാലയത്തിന് ജനലിൽ തൂങ്ങുകയായിരുന്നു. കൂട്ടക്കൊലക്കേസിലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 3 കേസുകളിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു.